അപ്പോൾ ഇന്ന് ഫോക്കസ് മോട്ടോഴ്സിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫോക്കസ് മോട്ടോഴ്സിലെ ലക്ഷറി കളക്ഷൻ ആണ്. അപ്പോൾ ഗ്രേഡ് ഒന്ന് മാറാനും ക്ലാസ് ഒന്ന് മാറാനൊക്കെ ലോ ബഡ്ജറ്റിൽ നല്ല വണ്ടികൾ കിട്ടാൻ, നല്ല നീറ്റായിട്ടുള്ള ആവറേജ് പ്രൈസിലൊക്കെ നല്ല വണ്ടികൾ കിട്ടാൻ താല്പര്യമുള്ളവർക്ക്, ഒന്നും പാടി മെച്ചപ്പെട്ട ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉള്ള വീഡിയോസ് ആണ്. നിങ്ങൾക്കിത് കാണാം, നല്ല വണ്ടികളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം, ഒട്ടും സമയം കളയണ്ട. അപ്പം നമ്മൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഒരു ഓടിയൊക്കെ എടുത്താൽ എന്താണ്. അപ്പോൾ നല്ല ലോ ബഡ്ജറ്റിൽ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ഓടി നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. നമുക്ക് 2013-14 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഡീസൽ വണ്ടിയാണ്, സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഈ വണ്ടിക്ക് വെറും 1,35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 12,90,000 ആണ്. നമുക്ക് ഇന്റീരിയർ ഒന്ന് കാണാം, നല്ല കണ്ടീഷനാണ്, നമ്മളൊന്ന് കണ്ടറിയും. അപ്പോൾ A4 വേരിയന്റിലുള്ള കമ്പനീസിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള സെക്കൻഡ് കീ അവൈലബിൾ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ ഒരു വണ്ടിക്ക് വെറും പറയാണ് ഓടി 12,90,000 കിട്ടുകയാണ്. അപ്പോൾ അടുത്തത് BMW ആണ്. BMW 5 സീരീസിൽ വരുന്ന കിഡിലെ വണ്ടിയാണ്. ഇവണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ 83,900 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി BMW ഈ വണ്ടി 83,900 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്, കമ്പനീസറി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഫുൾ നീറ്റാണ്. ഇതിന് ഫുൾ കവർ വരുന്നുണ്ട്. 2014 മോഡലാണ് ഈ വണ്ടി. നമ്മൾ ആദ്യമേ പറഞ്ഞു ഏറ്റവും പ്രത്യേകത പറഞ്ഞാൽ വെറും 83,900 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ഇതിന്റെ ഇന്റീരിയർ കണ്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്റീരിയർ ഒക്കെ കിഡിലെ ഇന്റീരിയറുകളാണ്. നിങ്ങൾ വരി. അപ്പോൾ 83,900 വെറും 83,900 ഓടി ഈ ഒരു വണ്ടിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് പറഞ്ഞാൽ 21,50,000 ആണ്. ഈ വണ്ടി 520D ആണ്. നമ്മൾ പറഞ്ഞ 5 സീരീസിൽ വരുന്ന വണ്ടിയാണെന്ന്. അടുത്ത വണ്ടിക്ക് നമുക്ക് പോവാം, ബെൻസ്. ബെൻസിന് 2013-14 രജിസ്ട്രേഷനുള്ള E250 മോഡലാണ് ഈ വണ്ടി. ഈ വണ്ടി വെറും 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ശരിക്ക് കേട്ടോളി, വെറും 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി നല്ല സ്റ്റൈലിഷ് ആണ്. ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണിച്ചു കൊടുത്താൽ, ഫ്രണ്ട് വ്യൂ നല്ല സ്റ്റൈലിഷ് ആണ്. ഞാൻ ഇവിടെ യാത്ര ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല ആക്സിലറേഷനും നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായ വണ്ടിയാണ്. കിഡിലെ വണ്ടിയാണ്. നമുക്ക് സ്റ്റൈല് പ്രത്യേകം മനസ്സിലാവും. ആ ഒരു വരുമ്പോ തന്നെ ആ ഒരു പ്രൈഡ്, ആ ഒരു ഭയങ്കര ഒരു ക്ലാസ് ഫീലിംഗ് നമുക്ക് കിട്ടും. പക്ക ലക്ഷറീസ് ആണ്. ഇതിന്റെ ഡിസൈനിങ് പ്രത്യേകം എടുത്തു വരേണ്ട സാധനമാണ്. ഇതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് പറഞ്ഞാൽ 13,90,000 ആണ്. നമുക്ക് കണ്ടില്ലേ, ഈ വണ്ടിന്റെ ഏറ്റവും കൊടുത്തു വരാനുള്ള ആക്സിലറേഷൻ അതിന്റെ ഡ്രൈവർ ഫ്രണ്ട്ലി ആണ്. പിന്നെ അതേപോലെ നല്ല കംഫർട്ടാണ്. ആ ലക്ഷറീസ് ഇങ്ങനെ ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് ഇന്റീരിയർ കാണാം. അപ്പൊ 2011 മോഡൽ CDI വേരിയന്റ് ബെൻസ് ആണിത്. CDI വേരിയന്റ്. അപ്പൊ നിങ്ങൾ ശരിക്കും നോക്കിയോളി, നമ്മൾ മെഴ്സഡീസിന്റെ ലോഗോ ഉണ്ട്, മെഴ്സഡീസ് ബെൻസിന്റെ. ഇതിന്റെ വില കേട്ടങ്ങൾ അമ്പരക്കും. ശരിക്ക് കണ്ടോളി. അപ്പൊ വരി. അപ്പൊ വണ്ടിന്റെ ഇന്റീരിയർ കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. ശരിക്കും കണ്ടോളി. നല്ല ഇന്റീരിയർ ആണ്, നല്ല കംഫർട്ടും സാധനങ്ങളൊക്കെ വരുന്നത്. CDI വേരിയന്റിലുള്ള ഡീസൽ വണ്ടി. അപ്പോൾ ഈ വണ്ടിക്ക് വെറും 94,000 കിലോമീറ്റർ ഓടിയ ഈ വണ്ടിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് പറഞ്ഞാൽ വെറും 9,80,000 ആണ്. ശരിക്കും കേട്ടോളി, വെറും 9,80,000. വണ്ടി ശരിക്കും കണ്ടോളി, നല്ല സ്റ്റൈലിഷ് ആണ്. 2011 മോഡലാണ്. അപ്പൊ നല്ല വണ്ടികൾ നല്ല വിലയിൽ വിശ്വസിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ ഫോക്കസ് മോട്ടോഴ്സിക്ക് എത്ര പെട്ടെന്ന് വിളിച്ചോളി. എൻജോയ് റിംഗ് കയറി. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ബൈ.